ഹേയ്, ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞില്ലേ? പിന്നെന്താ ഇങ്ങനെ ശ്രദ്ധ നടക്കുന്നത്? അതുകൊണ്ടൊന്നും മാറുന്നില്ലല്ലോ സാർ. മാറും. പുതിയൊരു തീരുമാനം എടുക്കുന്നത്. കഴിഞ്ഞ കൊല്ലം എടുത്ത തീരുമാനം പാലിക്കാൻ പറ്റിയില്ല, പിന്നെയല്ലേ പുതിയത്. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം, പക്ഷെ അത് ചെയ്യണം. ആ പറ, കേൾക്കാം. 2020 കുറെ യാത്ര അങ്ങ് പോകണം. എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഫുൾ പവറിൽ ഒരു ട്രിപ്പ് അങ്ങ് പോകും. യാത്രയൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ ടെൻഷനൊക്കെ മാറും. സത്യമാണോ നീ പറയണേ? യാത്ര ചെയ്താൽ ടെൻഷനൊക്കെ മാറും. എനിക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും നല്ലൊരു ട്രിപ്പ് അങ്ങ് പോകും. കുറഞ്ഞ ചെലവിൽ വലിയ യാത്ര. അതാ എൻ്റെ പ്ലാൻ. അതെന്ത് പ്ലാൻ? അടിപൊളി പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. 2000 രൂപയ്ക്ക് നല്ല അടിപൊളി ട്രിപ്പ് ഞാൻ പോയിട്ടുണ്ട്. 2000 രൂപയ്ക്ക് നല്ല മേക്കപ്പ് സെറ്റ് ഒന്നും കിട്ടില്ല. പിന്നെ 2000 രൂപയ്ക്ക് ബീച്ച് വയലുണ്ട്, പബ്ബും പാർട്ടിക്കായിട്ട് നല്ല കിടക്കൻ ട്രിപ്പ് ഞാൻ പോയിട്ട് വരും. 2000 രൂപയ്ക്ക് ബീച്ചോ? തോട്ടിൽ പോയി വരാം. നെഗറ്റീവ് ആക്കാത്ത സഹോ, നീ കേട്ടോ, നിങ്ങളും കേട്ടോ. കൊച്ചിയിൽ നിന്നും ഇഷ്ടം പോലെ ട്രെയിൻ ഉടുപ്പിക്കുണ്ട്. എന്നാലും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് പുലർച്ചെ ഉടുപ്പിയിലെത്തുന്ന ട്രെയിനിൽ വേണം കയറാൻ. ഞാൻ കൊച്ചി എന്നുള്ള കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ പുലർച്ചെ കൊച്ചിയിൽ നിന്നും എടുക്കുന്ന ട്രെയിൻ, ഉദാഹരണമായി കൊച്ചുവേളിയിൽ നിന്നും വരുന്ന 22-114 നമ്പർ ട്രെയിൻ രാവിലെ 5-ന് കയറിയ ഉച്ചയ്ക്ക് ഉടുപ്പിയിലെത്തും. 6:50-ൻ്റെ 11-098 പൂർണ്ണ എക്സ്പ്രസ്സിൽ കയറിയാൽ പുലർച്ചെ 3:30 ആകുമ്പം ഉടുപ്പിയിലെത്തും. ട്രെയിൻ വേറെയുണ്ട്. ഏതിനായാലും ഏകദേശം 300 അല്ലെ 350 രൂപ മാത്രമേ ആകൂ. അതും സ്ലീപ്പർ ടിക്കറ്റിന്. അവിടെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പരിപാടി ഫുഡ് അടിയല്ലേ, അതിനൊരു 100 രൂപ വെച്ചു. ഇനിയാണ് ബീച്ച്. നേരെ മാൽപ്പേ ബീച്ചിലോട്ട് ഓട്ടോ പിടിച്ചാലാകുന്നത് 50 അല്ലെ 60 രൂപ. അങ്ങ് അറ്റം 100. മാൽപ്പേ ബീച്ച് അടിപൊളിയാണ്. ഓം ബീച്ച് എന്നുകൂടെ ഒരു പേര് ഇതിനുണ്ട്. കാരണം ഇതിൻ്റെ ആകാശ ദൃശ്യം ഓം ആകൃതിയിലാണ്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, സീ വോക്ക്, സ്വിമ്മിങ്, അങ്ങനെ പലതും. അവിടുന്ന് ബോട്ട് സർവീസ് എടുത്തൊരു 300-350 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സെൻറ്റ് മേരീസ് ഐലൻഡിൽ ചെല്ലാം. ഇതൊക്കെ അൺഹെൽത്തിയാണ്, ആരോട് പറയാം. നല്ല ബെസ്റ്റ് ബീച്ചാണ് കേട്ടോ. അതും അവിടെ ചുറ്റിക്കറങ്ങി നടക്കാം. വേറെ ടൈപ്പ് ടെറൈനാണ്, വിദേശത്ത് പോയ പോലെ ഇരിക്കും. ഇവിടെ നിന്ന് നേരെ മാൽപ്പേ ബീച്ചിലേക്ക് തിരികെ വരിക. ഒരു 60 അല്ലെങ്കിൽ 70 രൂപ ബസ്സിന് കൊടുത്താൽ കാപ്പു ബീച്ചിലേക്ക് പോകാം. ഓട്ടോയും കിട്ടും. കാപ്പു ബീച്ച് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല കടൽ തീരമാണ്. പഴക്കമുള്ള ഗംഭീരമായ ലൈറ്റ് ഹൗസ് ഉണ്ട്. അങ്ങനെ അവിടെ സ്ഥലം കണ്ട് കറങ്ങി നടക്കാം. അതും കഴിഞ്ഞ് നേരെ ഉടുപ്പിക്ക് വെച്ച് പിടിക്കുക. നാട്ടിലേക്ക് ഇടയ്ക്കിടെ ട്രെയിനുണ്ട്. സ്ലീപ്പർ ടിക്കറ്റിന് വീണ്ടും 300 അല്ലെ 350. നീ നല്ല ഫുഡി അല്ലേ? അവിടുത്തെ ഏറ്റവും നല്ല ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും എല്ലാം കൂടെ കൂട്ടി 2000 രൂപയ്ക്ക് അടുത്തേ ആവുള്ളൂ. എന്ത് പോകുന്നോ? അത് പോകാൻ പറ്റും തോന്നില്ലടാ. അതെന്ത് പറ്റി? കഴിഞ്ഞ ന്യൂ ഇയറിന് ഗോവ ട്രിപ്പ് പോയതിന്റെ കടം ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പോഴാണ് നിന്റെ മാൽപ്പേ ബീച്ച്. നീ പ്ലാൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരു 2000 രൂപ കൂടെ തരുവാണെങ്കിൽ. എനിക്ക് ജോഗിങ് ബാക്കിയുണ്ട്. ട്രിപ്പ് പോട്ടെ.